ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാം വീഡിയോസിൽ, ആൻഡ് എല്ലാ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക. അങ്ങനെ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന്. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും എനർജി ടാപ്പ് ചെയ്യുമ്പോൾ. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. അവിടെ എന്താണ് നിങ്ങൾക്ക് മെസ്സേജസിന് അവിടെ പോയി നോക്കാം. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ ലിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് സെപ്റ്റംബറിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് ലിയോയ്ക്ക് വേണ്ടിയിട്ട് പാസ്റ്റ് എനർജി? പാസ്റ്റിലാണ് 2 of Cups. കറണ്ട് എനർജിയാണ് Knight of Cups. ഫ്യൂച്ചർ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ എനർജി 3 of Swords. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ ചാലഞ്ച് ആണ് മൂൺ. അഡ്വൈസ് ലിയോയ്ക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഫോർ സോഡ്സ്. ഹിഡൻ ഫാക്ടറിൽ എന്താണ് ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഹിഡൻ ഫാക്ടറാണ് കിങ് ഓഫ് കപ്സ്. ഓവറോൾ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജിയാണ് 7 of Pentacles. ആൻഡ് ഔട്ട്കം നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. നമ്മൾ ഇതിങ്ങനെ വെക്കാം, എൻഡിൽ നമ്മൾക്കത് നോക്കാം എന്താണെന്ന്. അപ്പോൾ ലിയോ 7 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്, എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി വേണ്ട മാതിരി എഫേർട്ടൊക്കെ അതിൽ ഇട്ടുണ്ട്. ഇപ്പോൾ അതെന്താണ് റിട്ടേണിൽ നിങ്ങൾക്ക് തരാനാണ് വെയിറ്റിംഗ് എനർജി ഉള്ളത്. ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, ഒരു വർക്കിൻ്റെ കാര്യമാവാം. മേ ബി നിങ്ങൾ ഒരു പേഴ്സൺ മെസ്സേജ് ചെയ്യും നിങ്ങളെ, അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു മെസ്സേജ്, ഒരു കോളിന് വേണ്ടിയിട്ട്, ഇല്ലച്ചൊരു ജോലി, ഇല്ലച്ച പ്രോജക്റ്റ്, ഒരു ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇല്ലച്ച എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാച്ചാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ 7 of Pentacles എന്താണ് ഇവിടെ? 4 of Pentacles. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് പൈസയുടെ കാര്യമാണ്. മേ ബി നിങ്ങളെ എന്തോ ഒരു ഫിനാൻഷ്യൽ മെസ്സേജിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇല്ലച്ച മേ ബി ഒരു സിറ്റുവേഷന് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു. നിങ്ങൾ രണ്ടാളും ഇൻഫാക്ട് ഈ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു സെപ്പറേഷനിലാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഹീലിംഗിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്, ബാലൻസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 2 of Cups ഉണ്ട്. അപ്പോൾ ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ്. പാസ്റ്റിൽ കുറേ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു ഇവിടെ. റിലേഷൻഷിപ്പ് ആയതിൽ വെച്ചാൽ ഫീലിങ്സ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിനും. ലിയോ എനർജി ഇവിടെ സൺ, ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട് ഇവിടെ പാസ്റ്റിൽ. പക്ഷെ എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി വന്നു. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു, അറിയില്ല എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേന്ന്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യാൻ തുടങ്ങി, സ്റ്റക്കായി ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് ഈ സ്റ്റക്കും സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യാൻ കാരണം? വീൽ ഓഫ് ഫോർച്യൂൺ. മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കുറെ സമയമായിട്ട് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്, പക്ഷെ ഇത് മുമ്പോട്ട് പോണില്ല. ഓറൽസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നു ഇതിലൊരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവും, എന്തെങ്കിലും നിങ്ങൾ മേ ബി മാരേജ് ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. മേ ബി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഇത്ര സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണം. മേ ബി ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോണില്ല, അതായിരിക്കും നിങ്ങൾക്ക് ഒരു ഫീലിംഗ്. ഇത് എന്താ ചെയ്യണ്ടേ, എന്താ വേണ്ടേ. കറണ്ട് എനർജിയിലെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു ലവ് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു നിങ്ങളുടെ സൈഡിൽ, നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്, ഒരു മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്.
ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം. നൈറ്റ് ഓഫ് കപ്സ് ഓർ എൽസ് മേ ബി സെയിം പേഴ്സൺ ആയിരിക്കാം. കിങ് ഓഫ് സോഡ്സ് കുറെ ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആയിരിക്കാം. എക്വേരിയസ് എനർജി ഉണ്ട് ഇവിടെ. ഇതൊരു വേറെ പേഴ്സൺ തന്നെയാണ്. എന്നുവെച്ചാൽ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. നിങ്ങൾ ഇല്ല റിലേഷൻഷിപ്പ് കുറച്ച് സ്റ്റാഗ്നന്റ് ആണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോണത് ഒരു പുതിയ പേഴ്സൺ ആണ്. ഈ പേഴ്സൺ കുറെ റൊമാൻറ്റിക് ആണ്, കുറെ ഒരു പുതിയ എനർജിയാണ് കൊണ്ടുവരണേ നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആർക്കാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ ഏത് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യണ്ടേന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇപ്പോൾ. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ 2 ആൾക്കാരുണ്ട്. ഓക്കെ, 3 ഓഫ് സോഡ്സ് ആണ് ഫ്യൂച്ചർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങൾ ഏതോ ഒരു റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ 3 ഓഫ് സോഡ്സ് എന്താണ്? ഒരു വെർഗോ എനർജി ഇവിടെ കാണാണ്ട്, ഓറൽസ് ഒരു ടോറസ് കാപ്രിക്കോൺ ആയിരിക്കാം. ആൻഡ് ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻസ് ഉണ്ട്, അത് നിങ്ങളുടെ എനർജി ആവാം. ആൻഡ് 9 ഓഫ് വാൻസ്. അപ്പോൾ എവിടെയോ ഈ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവുന്നില്ല. ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾ എൻഡ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് മൂൺ ക്യാൻസർ എനർജി. അപ്പോൾ ഇവിടെ ചാലഞ്ച് എന്താ വെച്ചാൽ ഒരു സീക്രട്ട് ആണ് ചാലഞ്ച്. നിങ്ങൾക്ക് വേറെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഹിഡൻ ഫീലിങ്സ് ഉണ്ട്, ഇല്ല വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് പുറത്ത് വരുന്നുണ്ട്. ഓറൽസ് ഇത് നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസസ് ആയിരിക്കാം. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. അപ്പോൾ ഇതൊരു സീക്രട്ട് അഫെയർ ആണ്. ഓക്കെ, ഒരു സീക്രട്ട് ഇമോഷൻ പറഞ്ഞാൽ നിങ്ങൾ സീക്രറ്റ്ലി വേറെ ഒരു പേഴ്സണെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ ലവ് അഫെയർ ആണ്. 4 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഹീൽ ചെയ്യാനാണ് പറയണത്. ഈ എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ വർക്ക്ഔട്ട് ആവണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒരു പേഴ്സന്റെ അടുത്ത് അട്രാക്ട് ആവണത്. നിങ്ങളുടെ കറന്റ് എനർജി, നിങ്ങളുടെ കറന്റ് റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട്, അതിനെ ഹീൽ ചെയ്യുക. എന്നുവെച്ചാൽ അത് ഇല്ലാണ്ട് നിങ്ങൾ എപ്പോഴും ഈ കൺഫ്യൂഷനിൽ തന്നെ ആയിരിക്കും. 2 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ഉണ്ടാക്കുക. ഏതാ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരണത്, ഏത് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉള്ളത്, ഏത് റിലേഷൻഷിപ്പാണ് നിങ്ങളെ ഗ്രൗണ്ടഡ് ആയി ഫീൽ ആക്കണത്, ആ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കിങ് ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടർ. ഡെഫിനറ്റ്ലി ഒരു വാട്ടർ സൈൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. സ്കോർപ്പിയോ എനർജി ആയിരിക്കാം, ഇല്ല പൈസീസ് ക്യാൻസർ ആവാം. ഈ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആണ്. ആൻഡ് ഈ പേഴ്സന്റെ അടുത്താണ് നിങ്ങൾ അട്രാക്ട് ആവണേ. ഇപ്പൊ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ വേൾഡ്. അപ്പോൾ വേൾഡ് ഒരു കംപ്ലീഷന്റെ എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു ഓൾഡ് സൈക്കിളിനെ എൻഡ് ചെയ്യണ എനർജിയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് ബാലൻസ്, ഫെയർനെസ് വെക്കാനാണ് പറയണത്. നിങ്ങൾ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഹാപ്പി അല്ലച്ചാ എന്താ ശരിയായിച്ചാ ആ ആക്ഷൻ എടുക്കുക. ഒരു ഫെയർനെസ് കൊണ്ടുവരാൻ നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫെയർ റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ ഫ്യൂച്ചറിൽ. ഓണസ്റ്റി ആൻഡ് ഫെയർനെസ്. എന്താ ഡിഫിക്കൾട്ട് അത് വിട്ടിട്ട്, ഈ ഡിഫിക്കൾട്ട് എനർജീസിനെ വിട്ടിട്ട് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിൽ പോവുക. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ. എന്നുവെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ ഒരു പ്ലെയർ എനർജിയിലാണ് ഞാൻ കാണുന്നത്, ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. ഒരു ഫ്യൂച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് നിങ്ങൾക്കൊരു ലോങ് ടേം ആയിട്ട് നിങ്ങൾ കാണുന്നത്, ആ ഡയറക്ഷനിൽ പോവാം. അപ്പോൾ ഇവിടെ ലിയോ എന്താണ് നിങ്ങൾക്ക് മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ്? You are very close to achieving your goal and a new romantic cycle begins. Libra sign ഇവിടെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരു പുതിയ ഡയറക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലൊരു
ഡീറ്റെയിൽഡ് ആയിട്ട് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. എന്നെ മെസ്സേജ് ചെയ്യുക, ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.